ഡെർട്ടി പിക്ചറിന് ശേഷം ആദ്യമായിട്ട് ഒരു പടം കണ്ടിട്ട് തല വഴി മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഓണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഓണത്തിന് ഇതുപോലത്തെ പറകുണ്ടൊക്കെ ഇറക്കി വിടുന്നത്. അത് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് യാഷ് പടം ചെയ്യണമെന്ന് ആലോചിക്കണേ. കാലത്തിറങ്ങി ഈ പടമൊക്കെ ഉച്ചക്ക് വാഷ് ഔട്ടാ. ആരെങ്കിലും ഇത് ഉച്ചക്ക് സദ്യ കഴിഞ്ഞ് പോകാൻ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് പോകണം, അല്ലെങ്കിൽ സീറ്റൊക്കെ നിങ്ങൾ വൃത്തികേടാക്കും. ഒന്നും പറയാനില്ല, അഴുക്കപ്പടം, തീട്ടപ്പടം. ഗൈസ്, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇതൊരു റാൻഡാണ്. ആക്ച്വലി ഇതിനെപ്പറ്റി ഈ പടത്തിനെ പറ്റി ഒന്നും റിവ്യൂ ഒന്നും പറയാനില്ല. അത്രയും ഒരു മോശം, ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മോശം പടം. നിസ്സംശയം പറയാം, ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും നാണക്കേടാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് യാഷിനോടൊക്കെ സത്യം പറയാൻ സഹതാപം ഉണ്ട് കേട്ടോ. ഇത്രയും പുള്ളി തന്നെ ഇതിൻ്റെ റൈറ്ററും പുള്ളിയാണ്, എലോങ് വിത്ത് ഗീതു മോഹൻദാസ്. പുള്ളി ഇതിനകത്തൊക്കെ എന്തെഴുതിയെന്നാണ് പറയണേ. ഇതിനകത്ത് ആകെ ഫസ്റ്റ് ഹാഫിൽ ഇതിനകത്ത് എന്താ സംഭവം എന്നറിയോ? ഫസ്റ്റ് ഹാഫിൽ യാഷ് വന്നത് തന്നെ ഡാൻസിങ് കാറും വെച്ചോണ്ടാണ്. അത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അത് എന്താ സംഭവം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓരോ നടിമാർ വരുമ്പോഴും പുള്ളിക്ക് പ്ലക്കണം. എന്നിട്ട് ഈ പ്ലക്കലും വെടിവെപ്പും അല്ല, ലിറ്ററലി രണ്ടും സെയിം ആയിട്ട് നിങ്ങൾ കൂടണം കേട്ടോ, ശരിക്കുള്ള വെടിവെപ്പേ. ഗൺ ഫൈറ്റ്, അപ്പോൾ പ്ലക്കലും ഗൺ ഫൈറ്റും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പടത്തിലൊന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും വേറൊരു യാഷ്, ഒരു ഹാൻഡ്സ് വെച്ച താടി പഠിച്ച ഹാൻഡ്സ് വെച്ച യാഷ് വന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഡാഡി എന്നൊരു വിളി തുടങ്ങിയിട്ട് ഈ മറ്റേ സ്റ്റെപ്പ് മോം സ്റ്റെപ്പ് ഡാഡിലൊക്കെ ഡാഡി എന്ന്. ഇത് നിങ്ങൾ അറിയാത്തവരോട് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കണ ഗീതു മോഹൻദാസ് ആണ്. അതായത് ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ രാജീവ് രവിയുടെ ഭാര്യ. പുള്ളിക്കാരി നമ്മൾ തമ്മിൽ, അതുപോലെ തെങ്കാശിപ്പട്ടണത്തിൽ ലിറിക്സ് അറിയാത്ത പാട്ടിൽ അയ്യോ പാവമായിട്ട് നിൽക്കുന്ന പുള്ളിക്കാരിയാണ്. എന്നിട്ട് ബാക്കി ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. യാഷും ഗീതു മോഹൻദാസും കൂടെയാണ് കഥ എഴുതിയേക്കുന്നത്. ഇതിൽ കഥയൊന്നും ഇല്ല. ഇതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉണ്ടേ, കൂടുതലും പറയാനുള്ള. പിന്നെ സ്റ്റോറി ഗീതു മോഹൻദാസ്, പ്രൊഡ്യൂസ്ഡ് ബൈ വെങ്കട് കെ നാരായണ ആൻഡ് യാഷ്, കാശ് പോയി. പിന്നെ ആരാ, സിനിമാറ്റോഗ്രാഫി രാജീവ് രവി. ഇതിൽ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും തലവേദന. ഉജ്ജ്വൽ കുൽക്കർണി KGF 2 ഒക്കെ ചെയ്ത പയ്യൻ തന്നെ. വേറെ എന്തെങ്കിലും മാറ്റിപ്പിടി, ഇത് തന്നെ കുറേ നാളായില്ലേ, എന്ത് കാണിച്ചു വെച്ചേക്കണം. ഫസ്റ്റ് ഹാഫൊക്കെ എന്താ നടക്കണേന്ന് ഒരു ആർക്കും മനസ്സിലാവില്ല. തിയേറ്ററിലെല്ലാം എല്ലാവരും അന്തവും കുന്തവുമില്ലാണ്ട് സ്ക്രീനിലോട്ട് വായും പൊളിച്ച് നോക്കിയിരിക്കണേ. എന്താ നടക്കണേ? ആകെ നടക്കണത് എന്താ, യാഷ് വന്നിട്ട് കുറേ പേരെ പ്ലക്കണുണ്ട്. ഇത് മാത്രം കുറച്ച് അധികം നേരം കാണിക്കുന്നുണ്ട്. വേറെ കഥയെന്നൊക്കെ എന്താ കാണിക്കണം നിങ്ങൾ? എന്താ കൺവേ ചെയ്യേണ്ടത് എന്താണെന്ന് ഉദ്ദേശിക്കാൻ ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായത് ഈ സിനിമയ്ക്ക് ഒരു കഥയുണ്ടെന്ന്. അതുവരെ എഡിറ്ററൊക്കെ ഇങ്ങനെ വെട്ടിക്കൂട്ടി ഇട്ടേക്കുക അവിയൽ പോലെ. അത് കഴിഞ്ഞ് രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രഫി, എൻ്റെ പൊന്നെണ്ണ നമിച്ച്. പിന്നെ KVN സ്റ്റുഡിയോസ്, എന്താണെന്നറിയില്ല സാറേ, കുറച്ചായിട്ട് കഷ്ടകാലോ. കുറേ പടം ഇറക്കി പൊട്ടിക്കുന്നുണ്ട്. ഇത് 500 കോടി ബജറ്റൊക്കെയാണ് കാണിക്കണത്. എന്തിനും ഇത്രയും കാശ് ഈ പടത്തിനൊക്കെ? എന്തുണ്ടായിട്ട് ഈ പടത്തിൽ എന്താണ് നിങ്ങൾ? ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ 500 കോടി തിരിച്ചു പിടിക്കണമെങ്കിൽ ഇപ്പം തന്നെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ട് വല്ല വീഡിയോസിലും എക്സാംസ്റ്ററിലും ഇട്ടോ, ആരെങ്കിലൊക്കെ ആയിട്ട് കണ്ട് വിജയിപ്പിച്ചോളൂ. ഒരു ഓണം എങ്ങനെ കുളവാക്കാം എന്നുള്ളത് ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സിനിമക്ക് കാലത്ത് തന്നെ പോയതും. കിട്ടി എന്തായാലും. ഇനിയിപ്പോൾ സദ്യയൊക്കെ കഴിച്ചൊന്ന് സുഖമായിട്ട് ഉറങ്ങി ഇത് മറക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിനിമയെ പറ്റി എനിക്ക് കൂടുതൽ റിവ്യൂ ഒന്നും പറയാനില്ല. ഇതിൽ ഇഷ്ടംമാരെ നടിമാരും ഒക്കെ ഉണ്ട്, അവരെ പറ്റിയൊക്കെ ഒന്നും പറയാൻ എനിക്ക് വയ്യ. അവരൊക്കെ എന്ത് നാണക്കേടാണ് അവരെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ. എല്ലാവർക്കും നാണക്കേട്. ഈവൻ സുദേവ് നായരുണ്ട്. എന്തിനാണ് പുള്ളീനൊക്കെ ഇവിടുന്നുകൊണ്ടേ കാസ്റ്റ് ചെയ്യണത്? ഗീതു ചേച്ചി എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. മൂത്തോനെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചായിരുന്നേ. ഗീതു ചേച്ചി ഇതിനകത്ത് ഗീതു ചേച്ചി വുമൺ ഒബ്ജക്റ്റിഫിക്കേഷനെതിരെ പണ്ട് കസബയുടെ ടൈമിൽ സംസാരിച്ച ഗീതു ചേച്ചി ഇതിൽ പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം അപ്രൂവ് ചെയ്ത് വിട്ടേക്കണത് കിഡുമായിട്ടാണ്. പുള്ളിക്കാരി തന്നെ റൈറ്റർ, ഒട്ടും ഒബ്ജക്റ്റിഫൈഡ് അല്ല. അപ്പോൾ ഗൈസ് അതാണ് ടോക്സിക്. ആകെക്കൂടെ 1-2 ഫൈറ്റേ നല്ലതേ ഉള്ളൂ. പിന്നെ സ്ക്രീൻ പ്രസൻസും നൈസായിരുന്നു. ഇത് മാത്രം അതിനകത്ത് ഒരു പോസിറ്റീവ് എന്ന് ഇപ്പം തൽക്കാലം കഷ്ടിച്ചെടുത്ത് പറയാം. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു തിരുവോണത്തിലിറക്കിയ തിരുവാണപ്പടം.